ചിക്കൻ കറിയും വെച്ചേക്കാം. അപ്പൊ ഒന്ന് ചിക്കൻ കറിയാന്ന് തോന്നല്ലോ. ചിക്കൻ കറിയാ. ചിക്കൻ കറിയാ. തുടങ്ങിയാലോ? സ്റ്റവിന്റെ ഇത് സ്ഥലം വേണമെങ്കിൽ കുറച്ചിട്ടോ. കുറച്ച് ഇല്ലേ ചിലപ്പോ ശരിയാവില്ല. പിന്നെ വെള്ളമൊന്നും പറ്റട്ടെ. നമുക്ക് ചില എണ്ണയും കഴിക്കാം അല്ലേ? ഇതുപോലെ കുറച്ചും കൂടെ കഴിച്ചാപ്പോ. അതെ ശരിയാ. എണ്ണക്ക് വിലക്കുറവല്ലേ? അതെ അതെ അതെ. ഇത് മതി. അത് മതി. എണ്ണ ചൂടാട്ടെ, നമുക്ക് കടുകിടാം. കടുകും കിട്ടേക്കാം. കടുക് കിട്ടും. ഇതുപോലെ കടുക്. പിന്നെ പോലെ കടുകൊന്ന് പൊട്ടട്ടെ. സവോള തന്നെയല്ലേ? സവോള നമ്മളത് അരിഞ്ഞിട്ടേക്കാം. ചില ഉപ്പും കൂടെ ഇടാം. സവോള പെട്ടെന്ന് വഴന്നോളൂ. അത്ര ഉപ്പ് മതി. അതെ, നമുക്ക് കുറവാണ്, നമുക്ക് പിന്നെ ഇടാം. ഇനി ഒന്ന് വഴണ്ട് വരട്ടെ. ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? സവോള ഒക്കെ വഴണ്ട് വന്നിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും കൂടെ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കഴിയുമ്പോൾ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. കരിവേപ്പില ഇങ്ങോട്ട് പോവാം. നാടൻ കരിവേപ്പിലയാണ്, നമ്മളെ വീട്ടിൽ തന്നെ നമ്മൾ നനച്ച് വളർത്തിക്കൊണ്ട് വന്ന കരിവേപ്പിലയാണ്. അതെ, അതിൻ്റെ അതും കൂടെ ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കാം. ഇനി അടുത്തത് പൊടികളൊക്കെ ഇടുവാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി, ചിക്കൻ മസാല. അപ്പോൾ എല്ലാം കൂടെ ഇടുക. വെള്ളം ഒഴിക്കാം. ഇത് മതിയാവും. പോരെങ്കിൽ നമുക്ക് ഒഴിക്കാം ചെടിയുമ്പോ അല്ലേ? അല്ലേ? അതെ. ഇപ്പൊ ഞാൻ എൻ്റെതായ രീതിയിൽ നിങ്ങൾ ചെയ്യണമെന്നുള്ളൂ. എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേരെ. ഇത് എൻ്റെ തട്ടിക്കൂട്ട് ഇതാണ്. അപ്പൊ ഒന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗായ്സ്, കറണ്ട് പോയി. നമ്മുടെ കുക്കിംഗ് എല്ലാം ആടാറ് ഫ്ലോപ്പായി. ഇനി കറണ്ട് വരുന്നതോടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് എന്താവും. അപ്പോഴത്തേക്ക് നമ്മൾ ഇത് വാങ്ങുവാണ്. ഇത് വാങ്ങി നമ്മൾ ഇതിനകത്ത് എല്ലാം കൂടെ കൊള്ളൂല. അത് കാരണം നമ്മൾ ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റുന്നതാണ്. ഇതിപ്പോൾ എമർജൻസിയിലാണ് ഇത് ഓടുന്നത്. അത് കാരണം
വിസലിനൊക്കെ കുഴവുണ്ടാവും, അതൊന്ന് ക്ഷമിക്കുക. നമ്മൾ ഈ വഴറ്റി വെക്കുന്ന ഇതെല്ലാം കൂടെ ചിക്കനിലേക്ക് ഇടുവാണ്. അപ്പം നമ്മൾ ശകലം മസാല ചിക്കൻ തേച്ച് പിടിപ്പിച്ചായിരുന്നു, കാരണം കറണ്ട് വന്നു. അത് തന്നെ, കറണ്ട് വന്നു, നമ്മൾ രക്ഷപ്പെട്ടു. അതെ, നമ്മൾ ശകലം വെള്ളം കൂടെ ഒഴിക്കുവാണ്. അത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം പേസ്റ്റ് ചെയ്തതിൻ്റെ വെള്ളം കൂടെ നമ്മളിനകത്തേക്ക് ഒഴിക്കുവാണ്. അതെ, ഇതൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് എല്ലാത്തിലേക്കും ഒന്ന് പിടിപ്പിക്കണം. മതി. നമ്മൾ ആ മസാലയുടെ ആ വെള്ളം കൂടെ നമ്മൾ നമ്മളെല്ലാം കൂടെ എന്ത് ചെയ്യുന്നു, ഒഴിക്കുവാണ്. ഇത്രയും വെള്ളം മതിയാവും, ഇല്ല ചേട്ടാ? ഇത് വേകുമ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിക്കാം. ചിക്കൻ റോസ്റ്റ് ആവും. അത് തന്നെ, നമ്മൾ മൂടുവാണ്. നമ്മളിത് ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ പറ്റിച്ച് ചിക്കൻ റോസ്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം ഈ ചിക്കൻ കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അല്ലേ, ഇതുണ്ടോ സ്പെഷ്യൽ കേട്ടോ, ടേസ്റ്റ് കേട്ടോ എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. ഒരു ഇച്ചിരി എങ്ങനത്തെങ്കിലും ടേസ്റ്റ് ചെയ്തു. അടിപൊളിയായിട്ട് വന്നിട്ടൊക്കെ സൂപ്പർ. നിലവിളക്ക് വന്നിട്ടൊക്കെ ഇല്ലേ, ചൂടാ ഭയങ്കര. അടിപൊളിയാട്ടോ, സൂപ്പർ. അപ്പൊ ഇത്രയൊക്കെ ചെയ്യുന്ന നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അടിപൊളി, ഉപ്പെല്ലാം പാകത്തിനാ. കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, അടിപൊളി, സൂപ്പർ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം.